ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനിയാക്ക് എഡ്യൂടെക്. ഇപ്പോൾ +1 +2ൻ്റെ എക്സാം മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വർഷം മുമ്പാണ് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോയുടെ കമൻ്റ് ആയിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് 2024 എന്തെങ്കിലും മാറ്റമുണ്ടോ, ഈ വർഷം എന്തെങ്കിലും മാറ്റമുണ്ടോ. അതായത് ഈ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? എല്ലാവർക്കും അറിയാം, നമ്മൾ പൊതുവേ ഇംഗ്ലീഷിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്, ഇംഗ്ലീഷിലാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകാരൊക്കെ പിന്നും മലയാളത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്, മലയാളത്തിൽ എക്സാം എഴുതുന്നുണ്ട്. സയൻസുകാർക്ക് പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റ് ബുക്കിലാണ് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നത്. അപ്പോൾ ആ പരീക്ഷ നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് 4 കാര്യങ്ങളാണ്, 4 ചോദ്യങ്ങളാണ്. ഒന്ന്, +1ൻ്റെ എക്സാം പൂർണ്ണമായിട്ടും മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. 2, +1ൻ്റെ എക്സാമിൽ ഒരു ചോദ്യം ഇംഗ്ലീഷിലും ഒരു ചോദ്യം മലയാളത്തിലും അങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഇംഗ്ലീഷിൽ എഴുതുന്ന ചോദ്യം വേറെ, മലയാളത്തിൽ എഴുതുന്ന ചോദ്യം വേറെ, മിക്സ് 2-3 ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ, 2-3 ചോദ്യങ്ങൾ മലയാളത്തിൽ അങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ഒരു ചോദ്യം തന്നെ മിക്സ് ആയിട്ട് എഴുതാൻ പറ്റും എന്നുള്ളത്. അതായത് ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെ നമുക്കിപ്പോൾ മലയാളത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം ചില ടെക്നിക്കൽ ടേമുകളുടെയൊക്കെ ഇംഗ്ലീഷ് മാത്രം നമുക്ക് അറിയത്തുള്ളായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ചില വാക്കുകളുടെ ഒന്നും മലയാളം പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ ആ വാക്കുകൾ മാത്രം ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ബാക്കി മലയാളത്തിൽ എന്നുള്ള രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റും. ഒരു ചോദ്യത്തിനകത്ത് തന്നെ മലയാളം ഇംഗ്ലീഷും കൂടി മിക്സ് ചെയ്ത് എഴുതാൻ പറ്റുമോ. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മംഗ്ലീഷിൽ എഴുതാൻ പറ്റുമോ. അതായത് ചിലർക്കുള്ളൊരു പ്രശ്നമാണ്, മലയാളമാണ് നമുക്ക് അറിയാവുന്നത്, പക്ഷെ മലയാളം എഴുതാൻ അറിയത്തില്ല. അതായത് നമ്മൾ വാട്സപ്പിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന ഒരു കീബോർഡ് പോലെ ഇംഗ്ലീഷ് അക്ഷരത്തിൽ മലയാളമാക്കിക്കൊണ്ട് നമ്മൾ എഴുതുന്നൊരു രീതി, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ തന്നെ ഉപയോഗിച്ച് മലയാള ഭാഷയിൽ എഴുതുന്ന ഒരു രീതിയുണ്ട്. മനസ്സിലായി കാണും, നമ്മൾ വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എഴുതാൻ പറ്റും. അത് മംഗ്ലീഷ് കീബോർഡ് അല്ലെങ്കിൽ മംഗ്ലീഷ് ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റും. ഈ 4 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ചോദ്യങ്ങളെ ഉത്തരം പറയുമ്പോൾ നിങ്ങളുടെ സംശയം പൂർണ്ണമായിട്ടും മാറുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ഈ ഒരു സംശയം ഒരുപാട് കൂട്ടുകാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കൂട്ടുകാർക്കെല്ലാം, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. സോ ഒന്നാമത്തെ ചോദ്യം, പൂർണ്ണമായിട്ടും മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മുടെ ഹയർ സെക്കൻഡറി എക്സാമിൻ്റെ ഒരു മാർഗനിർദ്ദേശങ്ങളുണ്ടല്ലോ, ആ മാർഗനിർദ്ദേശങ്ങളുടെ സർക്കുലറിൽ എടുത്തു പറയുന്നുണ്ട് ഇംഗ്ലീഷിലോ മലയാളത്തിലോ പരീക്ഷ എഴുതാവുന്നതാണ് എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയിലോ മലയാള ഭാഷയിലോ, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ബയോളജി സയൻസ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, ഏതൊരു വിഷയവും നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ പരീക്ഷ എഴുതാമെന്ന് പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പരീക്ഷ പൂർണ്ണമായിട്ടും മലയാളത്തിൽ എഴുതുന്നതിൽ യാതൊരുവിധ പ്രശ്നമില്ല. നിങ്ങളിപ്പോൾ ഒരു സയൻസ് ബാച്ചാണ്, ബയോളജി എക്സാമിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് മലയാളത്തിൽ എഴുതുന്നതിൽ പോലും യാതൊരു പ്രശ്നമില്ല. ആകെ പ്രശ്നം വരുന്നത് ഏത് ഭാഷയിലേക്ക് മാത്രം, ഏത് സബ്ജക്റ്റിന് മാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സബ്ജക്റ്റുകൾ അതാത് ഭാഷകളിൽ തന്നെ എഴുതേണ്ടി വരും. ഓക്കെ, അത് ലാംഗ്വേജ് വിഷയങ്ങളാണല്ലോ. അപ്പോൾ ലാംഗ്വേജ് വിഷയങ്ങൾക്ക് ഇംഗ്ലീഷ് ആകട്ടെ, സെക്കൻഡ് ലാംഗ്വേജ് ആകട്ടെ, ആ ഭാഷയിൽ തന്നെ എഴുതേണ്ടി വരും. ബാക്കി ഏതൊരു വിഷയവും നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഷയിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അത് എഴുതാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു ചോദ്യം മലയാളത്തിലും ഒരു ചോദ്യം ഇംഗ്ലീഷിലും ആ രീതിയിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് പറ്റുന്ന ചോദ്യങ്ങൾ. ചിലപ്പോൾ ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു ചോദ്യം വന്നപ്പോൾ മാത്രം അതിനെ ഇംഗ്ലീഷിലേക്ക് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ചോദ്യം മാത്രം മലയാളത്തിൽ എഴുതാം, അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പക്ഷേ പ്രൊഫഷണൽ നമ്മുടെ മാർഗനിർദ്ദേശത്തിൽ അത് എടുത്തു പറയുന്നില്ല, അങ്ങനെ എഴുതാമെന്നോ എഴുതിക്കൂടാ എന്നോ പറയുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം, മലയാളത്തിലോ ഇംഗ്ലീഷിലോ പരീക്ഷ എഴുതാം എന്നാണ് നമ്മുടെ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റും. അതായത് ഒരു ക്വസ്റ്റ്യൻ മലയാളത്തിൽ എഴുതുക, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം, വേണമെങ്കിൽ മലയാളത്തിൽ എഴുതാം, ആ രീതിയിൽ ക്വസ്റ്റ്യനുകൾ മാറ്റി എഴുതാം. ഇനി അടുത്ത ചോദ്യം, മിക്സ് ചെയ്ത് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. അതായത് ഇതുവരെ മാർഗനിർദ്ദേശങ്ങളിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവരോട് സാധാരണ ഹയർ സെക്കൻഡറി അധ്യാപകർ നിർദ്ദേശിക്കുന്നത് മലയാളത്തിലാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും മലയാളത്തിൽ എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരും. പ്രത്യേകിച്ച് സയൻസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ടെക്നിക്കൽ ടേമുകളുടെ മലയാളം അറിയുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പ്രോട്ടീൻ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് പ്രോട്ടീൻ എന്ന വാക്ക് തന്നെയാണ്, പക്ഷെ അതിനൊരു മലയാളമുണ്ട്, മാംസ്യം. കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അന്നജം എന്നൊരു മലയാളമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ തന്നെ എഴുതണം എന്നാണ് സാധാരണ ചില അധ്യാപകർ നിർദ്ദേശിക്കുന്നത്. പക്ഷേ ഭൂരിഭാഗം അധ്യാപകർ, ഇപ്പോൾ പ്രോട്ടീൻ പോലുള്ള വാക്കുകളൊക്കെ ആണെങ്കിൽ കൂടുതൽ പേര് മലയാളം അത് ഉപയോഗിക്കാറുണ്ട്, അവിടെ ഒരു പ്രശ്നവുമില്ല. ചില ടെക്നിക്കൽ ടേമുകൾക്ക് മലയാളം അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാത്രം മലയാളം ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം.
അത് കൂടുതലും ഒഴിവാക്കുന്നതാണ് നല്ലത്. പക്ഷെ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആരും മാർക്ക് കുറയ്ക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ, ചില അധ്യാപകർ മാത്രം മാർക്ക് കുറച്ചാലായി. അതുകൊണ്ട് നിങ്ങൾ മലയാളത്തിൽ എക്സാം എഴുതുന്നെങ്കിൽ എല്ലാ വാക്കുകളുടെയും മലയാളം പഠിച്ചു വയ്ക്കുക. ഇംഗ്ലീഷിലാണ് എക്സാം എഴുതുന്നെങ്കിൽ എല്ലാ വാക്കുകളുടെയും ഇംഗ്ലീഷ് പഠിച്ചു വയ്ക്കുക. മിക്സ് ആയിട്ട് എഴുതാൻ നിൽക്കരുത്. ഇനി അഥവാ അറിഞ്ഞുകൂടെങ്കിൽ എഴുതാതിരിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് ഇംഗ്ലീഷ് മിക്സ് ആയിട്ട് എഴുതുന്നത് തന്നെയാണ്. കാരണം 90% അധ്യാപകരും മിക്സ് ആയിട്ട് എഴുതുന്നതിന് മുഴുവൻ മാർക്ക് തന്നെ തരും. കാരണം നമ്മുടെ അധ്യാപകരൊന്നും അങ്ങനെ ക്രൂരരായ മനസ്സുള്ളവരൊന്നും അല്ല. അപ്പം മനുഷ്യത്വമുള്ളവർ ആൻസർ കീയിലുള്ള ഉത്തരമാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത് അത് ഏത് ഭാഷയിലാണെങ്കിലും മാർക്ക് തരും. അതാണ് അധ്യാപകരുടെ ഒരു പൊതുവേ ഉള്ളൊരു രീതി. എങ്കിലും നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ഒരു ഭാഷയിൽ തന്നെ ഒരു ചോദ്യം മുഴുവനായിട്ടും എഴുതി തീർക്കാൻ ശ്രമിക്കുക. ഇനി 4ാമത്തെ ചോദ്യം മംഗ്ലീഷ് ആണ്. ആ മംഗ്ലീഷ് എന്ന് പറയുന്ന സാധനം എന്തായാലും നിങ്ങൾ ഒഴിവാക്കുക. വളരെ മനുഷ്യത്വമുള്ള 1-2 അധ്യാപകർ മാത്രമേ ഈ മംഗ്ലീഷിന് മാർക്ക് തരത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ആ ഒരു രീതിയിൽ എഴുതുന്നത് ഒട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രീതിയല്ല. മലയാളത്തിൽ എഴുതിയാൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയാൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒരു ചോദ്യം ഇംഗ്ലീഷിലും ഒരു ചോദ്യം മലയാളത്തിൽ എഴുതിയാൽ അതിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. മിക്സ് ആയിട്ട് എഴുതിയാൽ പിന്നും കുഴപ്പമില്ല. പക്ഷെ മംഗ്ലീഷ് ആയിട്ടുള്ള രീതി ഉറപ്പായിട്ടും ഒഴിവാക്കുക. ചില അധ്യാപകർക്ക് ഇനി മനുഷ്യത്വം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരും. എന്നാലും ആ ഒരു കാര്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മലയാളത്തിലെ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഇംഗ്ലീഷിലാക്കാൻ പറ്റത്തില്ല. ഞാൻ 10ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിലാണ് പഠിച്ചതെന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് മലയാളത്തിൽ എക്സാം എഴുതിക്കൊള്ളുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ആയിട്ട് ചോദിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് അനിയ KG Tech.